ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് RSS BJP പ്രവർത്തകൻ ജീവനൊടുക്കി. തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പിയാണ് മരിച്ചത്. നേതൃത്വത്തിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദും സുജിത് സുരേന്ദ്രനും ഷഫീദ് റാവുത്തറൊക്കെ ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക് പോകുന്നു. അലക്സ്, നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട പല പൊട്ടിത്തെറികളും സീറ്റ് മാറ്റങ്ങളും പാർട്ടി മാറ്റങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് അങ്ങേയറ്റം കടുംകൈയാണ്, കടന്ന കൈയാണ്. എന്താണ് ഉണ്ടായതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മഹത്യാ സന്ദേശം അടക്കം. അലക്സ്. ഹാഷ്മി, തീർച്ചയായും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ആനന്ദ് കെ തമ്പി അദ്ദേഹം RSSൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് തൃക്കണ്ണാപുരം തിരുമല മേഖലയിൽ വിവിധ ചുമതലകളിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരുന്ന ആളാണ്. ആ ചുമതലകൾ നിറവേറ്റിരുന്ന ആളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കുന്നതിനുള്ള ആഗ്രഹം അദ്ദേഹം RSS നേതാക്കളെയും പാർട്ടി നേതാക്കളെയും ഒക്കെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പകരം BJP നേതാക്കൾ പരിഗണിച്ചത് ആ മേഖലയിൽ മണ്ണു മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന RSS BJP നേതാക്കളെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണമാണ് ഗുരുതരമാകുന്നത്. അതായത് മണ്ണു മാഫിയയ്ക്ക് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പരിഗണിക്കാതെ അവരെ സഹായിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. നമുക്കറിയാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്ന ഷെഡിൽ ഇത്തരത്തിൽ തൂങ്ങി മരിക്കുന്നത്, ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. SK ആശുപത്രിയിലാണ് ഇടപ്പഴിഞ്ഞ SK ആശുപത്രിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിലിവിടെയുണ്ട്. അവർ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ അവർ മുതിർന്നിട്ടില്ല. പക്ഷേ ബന്ധുക്കൾക്കും അവർ ഉറ്റ സുഹൃത്തുക്കൾക്കും ഒക്കെ ചിലത് മാധ്യമങ്ങളോട് പറയാനുണ്ട് എന്നുള്ളതും അറിയുന്നുണ്ട്. ഇതിൽ BJP നേതൃത്വം ഔദ്യോഗികമായി ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നു. അദ്ദേഹം BJPയുടെ ഔദ്യോഗിക ഘടകങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നയാളല്ല, പ്രവർത്തിച്ചിരുന്നില്ല ആനന്ദ് കെ തമ്പി എന്നാണ് BJPയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നത്. ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്, RSSുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സജീവമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് RSSും BJPയും തിരുവനന്തപുരത്ത് പോവുകയാണ്. അത് തൃക്കണ്ണാപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് വിവിധ വാർഡുകളിൽ, ഡിവിഷനുകളിൽ BJP സംബന്ധിച്ച് വിമതശല്യമുണ്ട്. പലർക്കും ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് അതൃപ്തിയുണ്ട്, അനിഷ്ടമുണ്ട്. അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് മുടവൻമുകൾ വാർഡിൽ സജീവമായി BJPയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കൾ മുടവൻമുകൾ വാർഡിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നുമായി രാജ്യപ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. തിരുമലയിലുണ്ടായ വിഷയം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സജീവമായി BJPക്കുള്ളിൽ ഇത്തരത്തിൽ വിഷയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വെളിയിലേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിരാകരിക്കുകയാണ് BJPയുടെ ജില്ലാ നേതൃത്വം. ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് ഇത്ര മാത്രമാണ്. BJPയുടെ ഔദ്യോഗിക ഘടകങ്ങളിൽ ആനന്ദ് കെ തമ്പി ഭാരവാഹിയല്ല, അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, അത്തരത്തിൽ ചുമതലകളൊന്നും അദ്ദേഹം വഹിച്ചിട്ടില്ല എന്ന് മാത്രമാണ് BJP ജില്ലാ നേതൃത്വം പറയുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ ഒരു ഘട്ടത്തിലും ആനന്ദ് കെ തമ്പിയുടെ പേര് ഉയർന്നു വന്നിട്ടില്ല, താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. വാർഡ് അടിസ്ഥാനത്തിൽ ഈ പേരുകൾ സ്വീകരിക്കുന്ന ഒരു രീതി BJP സംബന്ധിച്ചുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.